ഹായ് എവരിബഡി. നമ്മളെ സ്ഥിരം കത്തിയാണ്, കത്തി കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് ചോറെടുപ്പത്തുണ്ട്, ജീരകവെള്ളമുണ്ട്. അപ്പം എന്താ കൂട്ടാൻ വെക്കേണ്ടത് എന്നല്ല ഇങ്ങനെ നോക്കിയപ്പോൾ തേങ്ങ ചിരകി വെച്ചു. അപ്പോൾ ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ എൻ്റെ ചക്ക, ഫ്രൂട്ട്സ്, പറമ്പിലെ കുറേ സാധനങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്നലെ എൻ്റെ സ്വന്തം വിഭവങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പം ഇവനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ ബഹുമാനപ്പെട്ട ബഷീറിൻ്റെ നോവലിസ്റ്റ് ബഷീറിൻ്റെ ആൾക്കാർ, ബഹുമാനപ്പെട്ട കഥാകാരൻ്റെ കഥാകൃത്തിൻ്റെ ഓർമ്മ ഉണർത്തിയും കൊണ്ട് ഇന്ന് രാവിലെ കുറച്ച് ആൾക്കാർ കൊണ്ടുപോയി. അവർക്കിപ്പോൾ പലതും പല സ്ഥലത്തും പോയി തിന്നാൻ പറ്റും, പറന്ന് നടക്കാൻ പറ്റും. നമുക്കത് പറ്റുമോ? ഇല്ല. പിന്നെ ഈ കത്തിയിൽ തോലി എത്തുന്ന കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിതൊന്ന് തോലി ചെത്തിയിട്ട് കാണിച്ചു തരാം. ഇത് നമുക്കൊരു തോലി ചെത്തി കാണിച്ചു തരാം. കുറച്ചും കൂടി പുറകിലോട്ടിരിക്കണം, അല്ലേ കാണും. ഓക്കേ. അപ്പം ഞാൻ ഇന്ന് ശരിക്ക് ഫ്രൂട്ട്സിൻ്റെ ആവശ്യത്തിന് ഈ ഒന്നേ പറിച്ചിട്ടുള്ളൂ, ഒരെണ്ണം കൂടി പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല. ഇത് ഉറപ്പിച്ചു, അടുത്ത ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പം ഞാനിന്നൊരു പപ്പായ കപ്പൊക്കെ പുളിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് അതിൻ്റെ അടുത്തേക്ക് പോയത്. ഞാൻ ഇന്നലെ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് ഇന്നലെ അതങ്ങ് മറന്നുപോയി. അപ്പോൾ ഇന്ന് പിന്നെ ഈ കൂട്ടാൻ്റെ പ്രശ്നം വന്നപ്പോഴാണ് ഇത് ഓർമ്മ വന്നത്. അപ്പോൾ ഇപ്പം പോയി ഇതങ്ങ് പറിച്ചു. ഇത് തീരുമാനം അന്നേരം ആയി. നമ്മളെ പ്രകൃതിൻ്റെ ആൾക്കാർ കൊണ്ടുപോയില്ലോ, വഴുക്കുന്നു, മഴയുമല്ലേ. ഇതിൻ്റെ പാല് ആ അറ്റം മുറിച്ചപ്പോൾ പാല് സ്പ്രെഡായി. അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെത്താൻ പറ്റും. കപ്പേൻ്റെ പാല് ഭയങ്കര വഴുക്കലാണ്. അപ്പോൾ ഇതൊരു എൻസൈമൊക്കെ ഉള്ള സാധനമല്ലേ, എല്ലാവർക്കും സ്കിന്നിന് പപ്പായൻ്റെ ഇത് പിടിക്കൂലെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ പപ്പായ എന്ന് പറഞ്ഞ ഫ്രൂട്ട് സ്കിന്നിന് ബെസ്റ്റാണ്, ബെസ്റ്റ്. ഈ സാധനത്തിൽ കെമിക്കൽ കൂട്ടിയിട്ടല്ലേ നമുക്ക് ബ്യൂട്ടി പാർലറിനെല്ലാം ഉരച്ച് തന്നിട്ട് 1000, 2000, 3000 ഒക്കെ വാങ്ങുന്നത്. ഇതിനൊക്കെ ഒരിക്കൽ കൂടി കഴുകണം, കാരണം ഇതിൻ്റെ പാല് വായലായാൽ ചൊറിയും. അപ്പോൾ ഞാനൊന്ന് കഴുകട്ടെ. കഴുകി. അങ്ങനെ കഴുകി. പക്ഷി ആക്രാന്തം പിടിച്ചിട്ട് വേഗം വന്നതാ. വലുതായിട്ട് അങ്ങനെ വെളുത്തിട്ടില്ല. എന്നൊക്കെ കുറച്ചും കൂടി ആയതാ ഇഷ്ടം. കറുമുറു ഇഷ്ടമല്ല. കറുമുറു ഇഷ്ടമുള്ളവർ പറയണേ. കറുമുറു എത്തി. ഓ മൈ ഗോഡ്. തൽക്കാലം ഇവിടെ നിൽക്കട്ടെ.
അടുത്ത ആളെ പരീക്ഷിക്കാം. ഇത് ശരിക്ക് പുളിശ്ശേരിക്ക് വച്ചതാണ്. ഒപ്പിക്കബിൾ. ഒരു കഷ്ണം മതി, ഒരു കായും കൂടി ഇടണം. പപ്പായയും കായും പുളിങ്കറിയോ മോരുണ്ടെങ്കിൽ പുളിശ്ശേരി, ഇല്ലെങ്കിൽ പുളി പിഴിഞ്ഞ് വെച്ചിട്ട് പുളിശ്ശേരി വെക്കും. നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ തന്നെ ആയിരിക്കൂലേ അല്ലേ? നമ്മളിങ്ങനെ ആർട്ടിഫിഷ്യലായിട്ടൊന്നും ചെയ്യുന്നതല്ലേ. ഇത് ഇന്നലെ ആ കടയിൽ പോയപ്പോ കുടിക്കേണ്ട വെള്ളം മറിയുന്നുണ്ട്. ഇതൊന്നും കൂടി നമുക്ക് നടുക്കെ ചെറുതാക്കാം. ഇന്നലെ പിന്നെ കടയിൽ പോയപ്പോ നാടൻ പച്ചക്കായ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു നാടൻ കായ വാങ്ങി. നമ്മൾ വാഴ വെക്കുമായിരുന്നു. വാഴേൻ്റെ നടുവിലെ ഒരു ജീവി വന്നിട്ട് മുഴുവൻ കൊണ്ടുപോകും. അതുകൊണ്ട് പിന്നെ ഇപ്പം നമ്മൾ കൊടുക്കുമ്പോൾ ഒന്നിനും പൈസയും കിട്ടൂല. മൊത്തം ഒരു എന്താ പറയണ്ടേ, നമുക്ക് അങ്ങനെ കൃഷിക്കാരൊന്നും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ളതൊന്നും ഇവിടെയൊന്നുമില്ല. നിങ്ങൾക്കെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തു. ഒരു 5 പശു ചത്തുപോയിട്ടുണ്ട് ഞങ്ങളെ നാട്ടിൽ. അപ്പോൾ ഞാനെവിടെയും കണ്ടിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ സന്തോഷം. നമ്മളെ സർക്കാരോ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയൊന്നും അവിടെ വന്നിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും ഒരാൾ ഉപജീവന മാർഗത്തിൽ ഒരു 5 പശു ചാവുക, പരസ്യമായിട്ട് വാർത്ത വരിക, എന്നിട്ട് ആ ഭാഗത്തേക്ക് നമുക്കൊരു മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അവർ നാട്ടിലുണ്ടോ വിദേശത്താണെന്നൊന്നും ഇപ്പം നമുക്കറിയില്ല. പക്ഷെ ആ വീട്ടിൽ പോകേണ്ടതാണ്. ആ വീട്ടിൽ മന്ത്രി പോകേണ്ടതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അവർക്കൊരു 5 പശുവിനെങ്കിലും പശുവിന് തത്തുല്യമായ ഒരു പൈസ കൊടുത്താൽ അവർ കർഷകരാണ്, അവർ പോയി വാങ്ങും. മന്ത്രി പോയിട്ട് പശുവിനെ വാങ്ങിയാലൊന്നും ശരിയാവില്ല. അത് വേറെ കാര്യം. ഉള്ളതില്ല പോലെ പറയണമല്ലോ. ഏത് പശു ഏത് ബ്രീഡ് എന്നൊന്നും അറിയാത്ത ആൾക്കാർ പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ, പപ്പായക്ക് ഒരു വഴുതിച്ച മഴ പെയ്തുകൊണ്ട്. അപ്പോൾ അതിൽ കാര്യമൊന്നുമില്ല. അവർക്ക് അതിൻ്റെ അർഹമായ നഷ്ടപരിഹാരം എത്രയും വേഗം എത്തിക്കേണ്ടതാണ് ആ സ്ത്രീക്ക്. കാരണം അവർ പശുവിന് 56 ലിറ്റർ പാലളന്നിട്ട് പിന്നെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. പിന്നെ വൈദ്യുരാഘാതം എന്നൊന്നും പറഞ്ഞാൽ ആരും മനഃപൂർവ്വമൊന്നും ഷോക്ക് അടുപ്പിച്ചിട്ട് മിണ്ടാപ്രാണീനൊന്നും കൊല്ലൊന്നുമില്ല. അപ്പോൾ അവർക്ക് അർഹതപ്പെട്ട പിന്നെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതാണ്. പിന്നെ നമുക്കൊരു മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ഉണ്ടെന്ന് വാർത്തയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴല്ല, മുന്നെയൊക്കെ കാണാറുണ്ട്. അപ്പം അവർക്കൊന്നും ഇങ്ങനെയൊന്നുമല്ല ശരിക്കും വേണ്ടത്. അവരൊക്കെ ഒന്ന് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രസ്താവന ഞാൻ പിൻവലിക്കുന്നു. വരേണ്ടതാണ്. സമൂഹത്തിൽ നമുക്കെന്തെങ്കിലും പ്രശ്നം വരുമ്പം ചേർത്ത് പിടിക്കുന്നതും ചേർത്ത് നിർത്തുന്നതൊക്കെ ആണ് ഭരണകൂടവും പോലീസും എല്ലാം. അല്ലാണ്ട് വിഷമിക്കുന്നവരെ നേരെ ചളിയെറിയുന്നതും അവൾ മറ്റവളാണെന്ന് മുദ്ര കുത്തുന്നതും എന്താടി എന്ന് ചോദിക്കുന്നതൊന്നും അല്ല സമൂഹത്തിൻ്റെ കടമ. അപ്പോൾ അതൊക്കെ വളരെ തെറ്റായ രീതി തന്നെയാണ്. അതൊന്നും ഇവിടെ പ്രതികരിക്കാൻ ആരുമില്ല. ആർക്കൊക്കെ വേണ്ടി എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. അപ്പോൾ അതൊരു വലിയ ദാരുണമായ സംഭവം എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നടന്നിട്ടുണ്ട്. ഇവിടെ മന്ത്രിയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ. ഈ സമൂഹം എങ്ങോട്ടാണെന്നുള്ളത് സമൂഹത്തിൽ 18 വയസ്സ് തികഞ്ഞ ഓരോ വ്യക്തി
വളരെ വളരെ ആഴത്തിൽ ചിന്തിച്ചില്ലെങ്കിൽ സാധാരണക്കാർക്ക് ഒരു തരത്തിലും ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റൂല. പല പല പ്രശ്നം ഉണ്ടാവും. ജോലി ചെയ്യാൻ പറ്റൂല, വഴിയിറങ്ങി നടക്കാൻ പറ്റൂല. നമ്മൾ ഒരു 10-60 വർഷം 10-70 വർഷത്തിലോട്ട് നമ്മൾ പറകെ പോകുന്ന ഒരു സമൂഹത്തിലാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ അതിന് എന്ത് വേണമെന്നുള്ളത് നമ്മളായിട്ട് ചിന്തിക്കേണ്ടതാ. കപ്പയ്ക്കും കൈ മുറിച്ചു. അപ്പോൾ ഒരുപാട് ചിന്തിക്കാനുണ്ട്. കാരണം അത്ര അധപ്പതിച്ചെന്നാറി, അതായത് ഒരു മനുഷ്യൻ എത്രത്തോളം അധപ്പതിക്കാന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മളിപ്പോഴത്തെ ലൈഫ്. അതുകൊണ്ട് ഇത് എൻ്റെ പഴുത്ത പപ്പായാണ്. ഇത് അതിൻ്റെ ഒരു പീസ് ബാക്കിയുണ്ട്. ഇതിപ്പോൾ ഒരുമിച്ചൊന്നും തിന്നാൻ പറ്റൂല. ഒന്നിക്കൽ ഞാൻ പാലിൽ ജ്യൂസ് അടിക്കും, അല്ലെങ്കിൽ ഞാൻ പീസായിട്ട് തിന്നും, അല്ലെങ്കിൽ ഈ പപ്പായ അടയാക്കും. അങ്ങനെ പറഞ്ഞാൽ പപ്പായ പിന്നെ ഇതേപോലെ കഴുകി മുറിച്ച് പിന്നെ എന്താക്കും, ആവിയിലൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ച് പിന്നെ ശർക്കര പാവും തേങ്ങയും കുറച്ച് അരിപ്പൊടി ചേർത്തിട്ട് പപ്പായ സൂപ്പറായിട്ട് ആവിയിൽ വെച്ചിട്ട് നമ്മളെ ചക്ക അടിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ വേവിച്ചെടുക്കാം. സൂപ്പറാണ്. മത്തനൊക്കെ ആക്കൂല അതേപോലെ. അതൊന്നും ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നില്ല. കാരണം ഈ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യൽ എന്താ പ്രാന്താണ്. പ്രാന്ത് അത് നടക്കൂല, ഞാൻ ചെയ്യൂല. എൻ്റെ ഏറ്റവും വലിയ വെറുക്കപ്പെട്ട സ്ഥലം അടുക്കള. ഇഷ്ടമല്ലട എനിക്കിഷ്ടമല്ലട ഈ തൊട്ട് നോട്ടം. അടുക്കള നമുക്ക് എന്താണെന്ന് അറിയില്ല. അത്ര വലിയ ആക്രാന്തം ഫുഡിനോടുമില്ല, അതും പറയണല്ലോ. ഭയങ്കരമായിട്ട് ഇങ്ങനെയില്ല, എന്നാൽ വളരെ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നല്ലോണം കഴിക്കും. നമുക്ക് ഈ കിട്ടിയതൊക്കെ ബോണസ് അല്ലേന്ന്. ഇന്ന് വരെ അസുഖമില്ലാത്തതും ഇന്നീ നിങ്ങളോട് സംസാരിക്കുന്നതും ഇന്നീ പപ്പായ മുറിക്കുന്നതും ബോണസ്. നാളത്തതല്ലേ, അത് നാളെ ആലോചിക്കാം. ഇനി പപ്പായൻ്റെ കുരു ഇല്ലേ, മൂത്ത കുരു, ഇത് ഞാൻ എവിടേക്കോ കൊണ്ടുപോയിട്ട് ഇങ്ങനെ എറിയും. അതിൽ ചിലത് മുളക്കും, ചിലത് മുളക്കൂല, ചിലത് മുളച്ചാലും കായ്ക്കൂല, ചിലത് പകുതിക്കുന്ന വീണ് പോവും, ചിലത് നന്നായിട്ട് കായ്ക്കും, ചിലതിന് അസുഖം വരും. അത്രയ്ക്കേ ഉള്ളൂ ലൈഫ്. ഇവരെ പോലൊക്കെ തന്നെ നമ്മളെയൊക്കെ ലൈഫ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മളാണ് എന്ന് വിചാരിക്കുന്നത് അത്രയും വേസ്റ്റാണ്. 2 പപ്പായൻ്റെ വേസ്റ്റ്, ഒരു പപ്പായൻ്റെ ഫ്രൂട്ട് കണ്ടില്ലേ? ഇതൊക്കെ എന്തിനിങ്ങനെ വീണ് പോകുന്നത്? ഇതൊക്കെ പപ്പായ ഫ്രൂട്ടാണേ. ഞാൻ ആയാൽ പിന്നെ ഒന്നും കൂടി കഴുകി തിന്നു. എൻ്റെ ജീരക വെള്ളമില്ലേ തിളച്ച് കുറുകുന്നു. ജീരക വെള്ളം ജീരക വെള്ളമായി. തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ജീരക വെള്ളം വാങ്ങട്ടെ. ഇനി അടുത്തത് ഇവിടെ ചോറ് അടുപ്പിലുണ്ട്. അത്
ഓ, വെന്തു 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 വെന്തു. തൊടുന്നതിന് മുന്നേ വേവും. എന്ത് പറയാ, 1 സെക്കൻഡ്. ഞാൻ കുളിച്ചതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടുന്ന് മുടി തൊടാനും പറ്റില്ല. അടുക്കളയിൽ നിന്ന് മുടി തൊട്ട കൊല്ലും മൈ മമ്മി. പിന്നെ അമ്മക്ക് നല്ലോണം വേവണം. അപ്പം അമ്മക്ക് ഞാൻ കുറച്ച് ചെറിയ തീയിൽ കുറച്ച് ചോറ് സിമ്മിൽ വെച്ചിട്ട് ഇവിടെ അടച്ചു വെക്കും. അപ്പം അതായ എടുത്ത് കഴിച്ചോളൂ. നമുക്ക് പിന്നെ അതിനെപ്പറ്റി ഭാരമൊന്നുമില്ല. BP കുറവായിട്ട് ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്യാൻ പോയിട്ടുള്ളത്. അതൊക്കെ എടുത്ത് കഴിച്ചോളും. പിന്നെ അധികം ഇങ്ങനെ പുളി ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കുമ്പളങ്ങ ഓലൻ വെച്ചിട്ടുണ്ട് രാവിലെ. ഇപ്പോൾ കുറച്ചേ ഉള്ളൂ കുമ്പളങ്ങ ഓലൻ. അമ്മക്ക് മാത്രം കുറച്ച് കുമ്പളങ്ങ ഓലൻ. തേങ്ങാപ്പാലൊന്നും പിഴിഞ്ഞിട്ടില്ല, സാധാ ഓലൻ. ഇനി നമ്മളെ ചോറ് വറക്കാം. വലിയ കലത്തിലൊന്നും ചോറ് വെക്കണ്ട. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ 2 ആൾക്ക് അത്രയല്ലേ വേണ്ടു. പിന്നെ റേഷനരിയാണ് വെച്ചത്. അപ്പം അതൊരു ബോണിലേക്ക് വെച്ചു. കഞ്ഞീൻ്റെ വെള്ളം നമ്മളെ ആട്ടുംകുട്ടിക്ക് കൊടുക്കണം. പിന്നെ അമ്മേൻ്റെ ചോറ് വീണ്ടും ഒന്നും കൂടി വേവാൻ വെച്ചിട്ടുണ്ട്. അതവിടെ വെന്തോളും. നിങ്ങളൊക്കെ ലൈഫും നിങ്ങളൊക്കെ ജീവിതം ഇങ്ങനെയാണെന്ന് എന്നോട് പറയണേ. നമുക്ക് എത്ര നമ്മൾ മാറിയാലും മാറാത്ത കുറച്ച് പാത്രങ്ങളും മാറാത്ത കുറച്ച് സംവിധാനങ്ങളും ഉണ്ട്. അത് നമ്മളെ മുന്നേ ഉള്ളവർ ചെയ്യുന്നത് കണ്ടിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ അരി വാർക്കാനൊരു പ്ലേറ്റ് ഉണ്ട്, തറവാട്ട് വക. ആ പാത്രം വിട്ട കളിയില്ല. അങ്ങനെ ചോറ് വറുത്തു. ഞാൻ പറഞ്ഞില്ല, തേങ്ങയുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താ പറഞ്ഞാൽ, കുറേ കുക്കർ എടുത്താലേ കഴുകാൻ മടിയാണ്. കുക്കർ കഴുകാൻ മടിയില്ല അവർ പറയണം. ഞാൻ എന്ത് ചെയ്യുന്നതെന്നറിയാം. കുക്കർ കഴുകാൻ മടിച്ചിട്ട് ഈ കുമ്പളങ്ങ ഓലൻ പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ ഉപ്പിട്ട് പച്ചമുളക് കീറിയിട്ട് പിന്നെ നന്നായിട്ട് വെളിച്ചെണ്ണ നനച്ചതാണ്. അപ്പം ഇന്ന് ചിലപ്പോൾ അമ്മ കഞ്ഞിയായിരിക്കും കുടിക്കുക. കൈ മുറിഞ്ഞു, BP കുറഞ്ഞു, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, അയ്യോ കഷ്ണത്തിന് ഭയങ്കര കളർഫുള്ളാണ്. കായും പപ്പായയും കായും കപ്പക്കയും പുളുങ്കറിയാണ്. അപ്പം അത് വെച്ചു. അപ്പോൾ മോര് കുറവാണ്. അപ്പം എന്ത് ചെയ്യാം, നമുക്കൊരു പുളി പിഴിഞ്ഞ് വയ്ക്കാം. ഞാനേ സാധാരണഗതിയിൽ പുളി കഴുകും. കുറച്ച് പുളി വേണ്ടു, പക്ഷെ അത് ഞാൻ കഴുകും. അതിൻ്റെ കാരണം, ഞാനൊരു ചെന്നൈയിൽ പോയപ്പോൾ റോഡിൽ ഇങ്ങനെ പുളി ഉണക്കാനിട്ടിട്ട് അത് കോഴി ചിക്കുന്നു, അതിൻ്റെ മേലെ കുഞ്ഞുങ്ങൾ കളിക്കുന്നു. അങ്ങനൊരു വല്ലാത്തൊരു വൃത്തികെട്ടൊരു രംഗം കണ്ടു.
അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ഞാനിപ്പോൾ എന്ത് ചെയ്തു എന്നറിയോ? പുളി പിന്നെ എടുത്തു, ആവശ്യത്തിന് ഞാൻ പുളി എടുത്തു, ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ. അപ്പോൾ നമുക്ക് കൂട്ടാനി ഇത് വേണം, എന്ത് വേണം? ഉപ്പ് വേണം. അപ്പോൾ ആ ഉപ്പിട്ട് പുളി ഞരണ്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ഉപ്പിട്ടിട്ട് നമ്മൾ ഈ പുളി ഇങ്ങനെ ഞെരടി കഴിഞ്ഞാൽ വേഗം കിട്ടും. അടുത്തത് തീരെ മന്ദബുദ്ധിയൊന്നും അല്ല. നമുക്ക് ഈ പപ്പായോ കായ്ക്കറ ഇങ്ങനെയൊക്കെ ഉള്ളത് കയ്യിൽ പിടിക്കാത്തവരും നമ്മളെ കൈക്കത് മോശമായിട്ട് കറുപ്പ് കളർ വരുന്നവരും, ഞാനൊന്നും ഒരു സാധനം ഉപയോഗിച്ചിട്ടും മുറിക്കൂല, എനിക്ക് ശരിയാവില്ല. പിന്നെ പിശാങ്കത്തി ഒട്ടും ശരിയാവില്ല. അപ്പോൾ ഉപ്പടക്കം നമ്മൾ പുളി പിഴിഞ്ഞാൽ പുളീൻ്റെ സത്ത് മുഴുവൻ ഇങ്ങ് കിട്ടും. പിന്നെ ഈ ഉപ്പിൻ്റെയും പുളീൻ്റെയും അംശം കൊണ്ട് നമ്മളെ കൈ വളരെ നീറ്റാവും. അതായത് പിന്നെ ഈ കപ്പപ്പാലിൻ്റെ ഒക്കെ അലർജി ഉള്ളവർ, കൈ ചൊറിയുന്നവരൊക്കെ ഉപ്പ് കൂട്ടി പുളി പിഴിഞ്ഞ് നോക്കാം. നാക്കും എല്ലാം നല്ല ഗ്ലൈസിങ് ആയിരിക്കും. ഞാൻ കാണിച്ചു തരാം. ഇത് പൈപ്പിലെ വെള്ളമല്ല കേട്ടോ, നല്ല കിണറിലെ ഡയറക്റ്റ് വെള്ളം. നിങ്ങൾ വിചാരിക്കണ്ട ഇവള് പൈപ്പിലെ വെള്ളത്തോണ്ടാണോ പാചകം? നല്ല നേരിട്ട് നല്ല വെള്ളം ആണ് പാചകം. ഇതെല്ലാം എടുത്തു കഴിഞ്ഞു. പുളീൻ്റെ ചണ്ടി മാത്രമുണ്ട്. ഇനി നമുക്കൊരു നുള്ള് മഞ്ഞളിടാം. ബസ് ഞാൻ എൻ്റെ കൈ ഒന്ന് കഴുകി കാണിച്ചു തന്നിട്ട് നമുക്ക് ഈ ചടങ്ങ് ഇവിടെ അവസാനിച്ചതായി പ്രഖ്യാപിക്കാം. അതിൻ്റെ ഇടയിൽ ഞാനൊരു ഇത് ചെയ്തിട്ടുണ്ട്. എന്ത്? ഒരു കട്ടനാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ലൈവിൽ വരും. ഇനി നമ്മൾ അടുത്ത പരിപാടി, നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയോ? ഞാൻ ഇങ്ങനെയൊക്കെയാണ്, പണ്ടാരോ പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെയൊക്കെയാണ്. ഒരു നുള്ളി ജീരകം അരക്കണമേ. അപ്പം ജീരകവും കഴുകണം, കാരണം മഴക്കാലമായതുകൊണ്ട് ചില സാധനങ്ങളിലൊക്കെ പൂപ്പുണ്ടാവും. നമ്മളെത്ര അടച്ചു വെച്ചാലും എങ്ങനെ ചെയ്താലും പൂപ്പുണ്ടാവും. ഉപ്പ് മീൻസ് ഉപ്പൽ, ഫംഗസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ജീരകം ഒരു 2 മണി. ജീരകം ആദ്യം അരക്കൂല, തേങ്ങ ഒരു വിധം അരഞ്ഞതിന് ശേഷം. ഇവിടെ കുടിക്കാനും ജീരക വെള്ളമാണ്. ഈ അരിപ്പയിലിട്ടിട്ട് ജീരകവും ഉണങ്ങിയ മുളകും കഴുകിയെടുക്കും. ഓരോരിക്കും നടക്കുമ്പോൾ എൻ്റെ തടി കുറയും. ഇതിപ്പോൾ ഉണങ്ങിയ മുളകും ജീരകവും കഴുകിയെടുത്തു. ഈ കഴുകിയെടുത്ത ഉണങ്ങിയ മുളക് തന്നെയാണ് ഇവിടെ വറക്കാനും എടുക്കും, ഒന്നും ആവുന്നില്ല. അപ്പോൾ ഒരു 4 മുളക്. ഞാൻ എപ്പോഴും തേങ്ങ അരക്കുമ്പോൾ ആദ്യം വെള്ളം ചേർക്കൂല. ആദ്യം വെള്ളം ചേർക്കുമ്പോഴാണ് നമുക്ക് മിക്സിയിൽ തെറിക്കും. അല്ലെങ്കിൽ തെറിക്കുന്നില്ല, ഇത് നല്ല ചാറാണ്, തെറിക്കുന്നൊന്നുമില്ല. അത് അങ്ങോട്ട് പോകുന്ന എന്തിനാണെന്നറിയോ? നല്ല വെള്ളം ഇവിടെ, അതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്.
അല്ലാതെ നിങ്ങൾ വിചാരിക്കണ്ടേ ഇവളെന്തിനാ ഓരോ വർത്താനം പറഞ്ഞിട്ട് മറ്റേ ആന അണ്ണാന പിന്നെ കിസ് ചെയ്യാൻ പോയതറിയോ? ആന അങ്ങനെ ഒരു കഥയുണ്ട്. അതെൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരാൾ പറഞ്ഞു തന്ന കഥയാണ്. ആന അണ്ണാനെ കിസ് ചെയ്യാൻ പോയ കഥ. അപ്പോൾ ഇവൾ ആന അണ്ണാനെ കിസ് ചെയ്യാൻ പോയ കഥയാണ് എൻ്റെ നടത്തം. ആന അണ്ണാനെ കിസ് ചെയ്യാൻ പോയത് അറിയുന്നവർ പറയണം. ആന അണ്ണാനെ കിസ് ചെയ്യാൻ പോയത് അറിയുന്നവർ പറയണം. ഇനി എന്താണ് നമ്മളെ ജീരകമാമീനെ ഞാനിവിടെ മുളകും ജീരകവും കൂടി വെച്ചിട്ടുണ്ടല്ലോ. വെള്ളം ഇവിടെ ഉറ്റി തുടച്ചോ. നാമത് മഴയല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടോ? അരിപ്പയിൽ ജീരകമൊക്കെ കഴുകുന്നവർ ഉണ്ടെങ്കിൽ പറയണേ. വെള്ളം കൈയോടെ തുടച്ചു. ഇനി ഒരു തുള്ളിയും കൂടി ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് അരിയണം പുളിങ്കറിക്ക്. ഒരു മറ്റേ കൊടവരിക്കുണ്ട് ഉപ്പേരിക്ക്, വേണമെങ്കിൽ വെക്കാം. എൻ്റെ ഒരു കിച്ചൺ, ഒരു മോർണിംഗ് കിച്ചണാണ് കാണിക്കുന്നത്. ഒരു മോർണിംഗ് കിച്ചൺ. അതിന് മുന്നേ ഞാൻ ദോശ തിന്നു, ആടിന് ദോശ കൊടുത്തു, കുളിച്ചു. മേക്കപ്പ് ഒന്നുമില്ലേ, ഞാൻ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. നോ മേക്കപ്പ്. എൻ്റെ ഒരു ദിവസത്തെ രാവിലത്തെ കിച്ചണാണ് ഈ കാണിക്കുന്നത്. അതിൽ ദോശ, ചമ്മന്തിപ്പൊടിയൊക്കെ കട്ടി, ഇത് പുളിങ്കറി, ചോറ്, കുമ്പളങ്ങ ഓലൻ, അങ്ങനെ ആ പപ്പായ മുറിച്ചതും നമുക്ക് ഈ പറമ്പിന്ന് മതി. നമുക്ക് ഈ പറമ്പിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ഇനി വിസിൽ വന്നതിന് ശേഷം ആലോചിക്കൂ. നമുക്ക് പറമ്പിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ആ വിസിൽ വരുന്നുണ്ട്, നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാനും കിട്ടും. അതതിൻ്റെ സത്യം. ഇപ്പം ഞാൻ പപ്പായ പറിച്ചു. നമുക്ക് പിന്നെ പപ്പായ പറിച്ചതിൻ്റെ കൂട്ടത്തിൽ എന്ത് കിട്ടി? പപ്പായ ഫ്രൂട്ടും കിട്ടിയില്ല. അത്രയൊക്കെ തന്നെ. അതേപോലെ ചക്ക, മാങ്ങ, അങ്ങനെ. അപ്പോൾ എൻ്റെ ഈ മോർണിംഗ് കിച്ചൺ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സാധാ ഒരു റേഷനരി ചോറാണ്. നമുക്ക് റേഷനരി പറ്റൂ. നല്ല അരി ഉണ്ട്, ഇപ്പം ഉണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. ബക്കറ്റ് നിറച്ച അരിയാണ്. അപ്പോൾ 25 കിലോൻ്റെ ഒരു പാക്കറ്റ് അരി വാങ്ങി കഴിഞ്ഞ് വേവ് കൂടുതൽ എന്ന് പറഞ്ഞിട്ട് ബഹളാക്കുന്നു. അപ്പം ഞാൻ റേഷനരി വെക്കുന്നു. അടുത്തൊരു വീടുണ്ട്, അവൾക്ക് ഞാൻ ഇത് കൊടുത്തിട്ട് അവളോട് റേഷൻ ഇങ്ങോട്ട് വാങ്ങാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് വേണമെങ്കിൽ ഞാൻ വേറെ കഞ്ഞിയോ എന്തെങ്കിലും ആക്കും. രണ്ടാക്കെല്ലാം പണിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റൂ. ഭയങ്കര പാടാണ്. ഇനി ഞാൻ കുക്കറിൽ വിസിൽ വന്നു കഴിഞ്ഞാൽ അത് ഒരു 2 വിസിലിന് ഞാൻ ഓഫാക്കും. എയർ പോയതിന് ശേഷം അരവ് കൂട്ടി കടുക്, മുളക് 2 ഉലുവ വറുത്തിട്ട, കറിവേപ്പില ഇട്ടാൽ ആ പുളിങ്കറി ചോറായി, കുമ്പളം ഓലനായി. അമ്മേൻ്റെ ചോറ് വേവുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാനൊരു കട്ടനാക്കി, കാരണം ഞാൻ 2 ദോശ എന്നിട്ടൊന്നും കഴിച്ചില്ല. അതിൻ്റെ ഇടയിൽ പപ്പായ ഫ്രൂട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് കുറച്ച് കഴിഞ്ഞാൽ തിന്നു. അപ്പം എൻ്റെ ഈ മോർണിംഗ് കിച്ചൺ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം. ഞാൻ ചിലപ്പോൾ സൺഡേ എൻ്റെ ജീവിതാനുഭവങ്ങൾ പറയണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്, സൺഡേ. അപ്പം നാളെ രാവിലെ ചിലപ്പോൾ എൻ്റെ മോർണിംഗ്, എൻ്റെ ജീവിതത്തിൽ 15 വയസ്സ് മുതൽ ഇങ്ങോട്ടുള്ള ചില സ്വന്തം ആൾക്കാരുടെ അടുത്തു നിന്നുണ്ടായ അനുഭവങ്ങളും എങ്ങനെ ഞാൻ ഇങ്ങനെ ആയി എന്ന് ഞാൻ പറയും.
സപ്പോർട്ട് ചെയ്യണേ.